ഗുഡ് മോർണിംഗ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇവിടെ ഞാൻ കുറച്ച് ചീര പാവിയിട്ടുണ്ട് കേട്ടോ. 5 ദിവസമൊക്കെ ആയി പാവിയിട്ട്. അപ്പോൾ ചെറുതായിട്ടൊന്ന് പൊടിച്ചു തുടങ്ങിയിട്ടുണ്ട്. വ്ളാത്താങ്കര ചീരയാണ് കേട്ടോ. അപ്പോൾ നല്ല റെഡ് കളറിലുള്ള ചീരയാണ്. അപ്പോൾ അത് നമുക്ക് കുറച്ച് ദിവസം കൂടി കഴിഞ്ഞ് കാണാം ഇത് എങ്ങനെയാണ്. ഞാൻ ആദ്യമായിട്ടാണ് വ്ളാത്താങ്കര ചീര നടുന്നത് കേട്ടോ. അപ്പോൾ അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഇത് ഞങ്ങളുടെ ഒരു ഫ്രണ്ട് കൊണ്ട് തന്നതാണ് കേട്ടോ. ഈ ചീര വിത്ത് ഭയങ്കര കളറുള്ളതാണ്, അതുപോലെ തന്നെ ടേസ്റ്റും നല്ലതാണ്. നമ്മുടെ മുന്തിരി ഇതുവരെ ആയിട്ടുണ്ട് കേട്ടോ. ഇത്രയും സൈസായേ, 3 ചെറിയ കൊലകളാണ് കേട്ടോ. അപ്പോൾ ഇതിന് കുറച്ചധികം ദിവസം എടുക്കും പാകമായി വരാനായിട്ട്. വേറെയൊക്കെ കൊലകളുണ്ട് കേട്ടോ, മേളിലേക്കൊക്കെ ആയിട്ടുണ്ട്. എന്നും രാവിലെ എൻ്റെ ഒരു മെയിൻ പരിപാടിയാണ് കേട്ടോ ഇവിടെ വന്ന് ഈ മാങ്ങ പാകമായോ എന്ന് നോക്കുന്നത്. അപ്പോൾ ഞാൻ കുറച്ച് ദിവസമായി ഇത് കവറൊക്കെ ഇട്ട് നിർത്തിയിട്ടേ. അപ്പോൾ ഇതൊന്ന് തുറന്ന് നോക്കാം. പാകമായിട്ടില്ലെന്ന് തോന്നുന്നു, എന്നാലും ഒരു സമാധാനമില്ല. നമുക്ക് നോക്കാം. ഞാൻ ഒന്ന് നന്നായിട്ട് കെട്ടി വെച്ചിട്ടുണ്ടായിരുന്നു. ഇടയ്ക്ക് ഒരു ദിവസം ഇതിങ്ങനെ കാറ്റത്ത് പറന്നൊക്കെ പോയി കേട്ടോ. അതിനുശേഷം ഞാൻ പിന്നെ ഒന്നുകൂടെ കൊണ്ടുവന്ന് നന്നായിട്ട് കെട്ടി വെച്ച്. അതാ ഇത്രയും ആയിട്ടുണ്ട്, പക്ഷേ പാകമായിട്ടില്ല. പഴുക്കാൻ കുറച്ചുകൂടി ദിവസം എടുക്കുന്നു. ഇതാ ഇത്രയും പാകമായി. എൻ്റെ കൈയുടെ ഇങ്ങനെ പിടിക്കാൻ പറ്റുന്ന പാകത്തിനുണ്ട് കേട്ടോ ഇത് ഈ മാങ്ങ. അതുപോലെ താഴെയൊക്കെ നന്നായിട്ട് ഉണ്ടാകുന്നുണ്ട്. ഇതാ ഇവിടെ മാവ് താഴേന്ന് ഇതാ ഇത്ര ലെങ്തേ ഉള്ളൂ. ഈ ലെങ്തിലും ഇതാ ഒരു മാങ്ങ ഉണ്ടായി വരുന്നുണ്ട്. കിട്ടുമെന്നറിയില്ല, പക്ഷെ ഇത്രയും ലെങ്തിൽ മാങ്ങ ഉണ്ടാകുന്നുണ്ട്. ഞങ്ങൾ വീട്ടിലൊരു മൾബറി ചെടിയും കൂടി നട്ടുപിടിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ അതിങ്ങനെ ഇടയ്ക്ക് കായകളുണ്ടാകും. നമ്മളിങ്ങനെ വെട്ടി നിർത്തും. ഈ മൾബറി ഞങ്ങൾ ഇടയ്ക്ക് കട്ട് ചെയ്ത് നിർത്തും. കായകൾ കഴിഞ്ഞ ഉടനെ തന്നെ കട്ട് ചെയ്ത് നിർത്തുമ്പോൾ പിന്നെ വേഗം തന്നെ അടുത്ത ശിഖരങ്ങൾ വന്നിട്ട് അതിൽ പൂവുണ്ടായിട്ട് പിന്നെ നേരെ മൾബറി ഉണ്ടാവുകയാണ്.